2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM ചില നിർണായക തീരുമാനമെടുത്തിരുന്നു. 2 തവണ മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകേണ്ട എന്നതായിരുന്നു ആ തീരുമാനം. സ്വാഭാവികമായും തീരുമാനത്തിന്റെ ഗുണഭോക്താക്കൾ യുവാക്കളും നവാഗതരുമായി മാറി. തീരുമാനത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു, ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ചും ഒരിക്കൽ കിട്ടിയ കസേര വിട്ടുകൊടുക്കാതെ കാലാവസാനം വരെ മത്സരിക്കുന്ന കോൺഗ്രസിൽ പോലും CPMന്റെ തീരുമാനം വലിയ ചർച്ചയായി മാറി. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മഹാഭൂരിപക്ഷം സീറ്റുകളും CPM വിജയിച്ചു. തീരുമാനം സക്സസ് ആയി എന്ന് തെളിയിക്കപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് അനന്തരം നടന്ന ചർച്ചകളിൽ തീരുമാനത്തിനെതിരെ നിരന്തരം വിമർശനമുയർന്നു വന്നു. ഇപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുകയാണ്. സ്വാഭാവികമായും വീണ്ടും രണ്ടാം ടൈം എന്നത് ചർച്ചകളിൽ നിറയുകയുമാണ്. എന്നാൽ ഇത്തവണത്തേത് തുടർഭരണം ലക്ഷ്യം വെച്ചുള്ള തെരഞ്ഞെടുപ്പ് ആയതിനാൽ തന്നെ തീരുമാനത്തിൽ ഇളവ് വരാൻ സാധ്യതയുണ്ട്. ചില പ്രധാന ഇടങ്ങളിൽ മറ്റു മുന്നണികൾക്ക് ഭൂരിപക്ഷമുള്ളയിടത്ത് CPM നിലപാട് തിരുത്തുമെന്നാണ് വിലയിരുത്തൽ. ആ മണ്ഡലങ്ങളെപ്പറ്റിയും സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റിയും പാർട്ടിക്ക് ചില കണക്കുകൂട്ടലുകളുമുണ്ട്. ആ മണ്ഡലവും സ്ഥാനാർത്ഥികളെയും കൃത്യമായി പരിശോധിക്കാം. BJPക്ക് ഏറെ സ്വാധീനമുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തുടങ്ങാം. ആദ്യം നെയ്യാറ്റിൻകര മണ്ഡലമാണ്. K. ആൻസലനാണ് അവിടുത്തെ MLA. അദ്ദേഹം 2 വർഷം തികയുകയാണ്. എന്നാൽ അദ്ദേഹത്തെ മാറ്റാൻ സാധ്യത വളരെ കുറവാണ് എന്നതാണ് വിവരം. കാരണം അദ്ദേഹത്തിന് പകരക്കാരെ കണ്ടെത്തുക എന്ന പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനം. അതിനാൽ ആൻസലന് തന്നെയാണ് സാധ്യത, അഥവാ SK ബെൻ ഡാർവിനും സാധ്യതയുണ്ട്. എന്നാൽ പാറശാലയിൽ ഹരീന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ CPM പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാട്ടാക്കട IB സതീഷ് തന്നെയായിരിക്കും. മറ്റൊരാളെ കണ്ടെത്താനുള്ള CPMന്റെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. ഇനി അഥവാ പകരക്കാരനായി G. സ്റ്റീഫനെ പരിഗണിക്കാം. പക്ഷേ അരുവിക്കര അനാഥമാകും എന്നതിനാൽ തന്നെ പാർട്ടി അതിലേക്ക് തുനിയില്ല എന്നതാണ് പ്രാഥമിക വിവരം. അതിനാൽ IB സതീഷിന് വീണ്ടും അവസരം നൽകും. അടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് തുടരും എന്നതാണ്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമായതിനാൽ തന്നെ V. മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കടകംപള്ളിയെ മാറ്റിക്കഴിഞ്ഞാൽ CPMന് സീറ്റ് നഷ്ടമാകുമെന്ന ഭീതിയുമുണ്ട്. വാമനപുരത്ത് DK മുരളി തന്നെ തുടരും, മാറ്റമുണ്ടാവുകയില്ല. വർക്കലയിൽ V. ജോയ് പകരക്കാരനെ കണ്ടെത്തണം എന്ന ദൗത്യം പാർട്ടിക്ക് മുന്നിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും V. ജോയ്ക്ക് തന്നെയാണ് സാധ്യത. അടുത്തത് M. നൌഷാദാണ്. അദ്ദേഹം ഇരവിപുരത്ത് നിന്നും മാറ്റമില്ലാതെ തുടരും. കൊല്ലത്ത് മുകേഷിനെതിരെ വിവാദം നിരവധിയുള്ളതിനാൽ തന്നെ മുകേഷിനെ മാറ്റാനുള്ള സാധ്യത ഏറെയാണ്. അടുത്തത് വീണ ജോർജ് ആറന്മുളയിൽ മാറ്റമില്ലാതെ തുടരും എന്നതാണ്. കായംകുളത്ത് U. പ്രതിഭ മാറ്റമില്ലാതെ തുടരും. പക്ഷേ അതേസമയം U. പ്രതിഭയെ മാറ്റണം എന്ന ആവശ്യം ഉയരുന്നതിനാൽ ജില്ലാ പ്രസിഡന്റിന്റെ പേരും പരിഗണനയിലുണ്ട്. അടുത്തത് ഉടുമ്പൻചോലയാണ്. MM മാണിയാണ് അവിടെ MLA. ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് ഏറെയുള്ളതിനാൽ തന്നെ അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. കോതമംഗലത്ത് ആന്റണി ജോൺ തുടരും. കൊച്ചിയിൽ KJ മാക്സിയെ മാറ്റിക്കഴിഞ്ഞാൽ കരുത്തനായ പകരക്കാരനെ കണ്ടെത്തണം എന്ന വലിയ ഒരു പ്രതിസന്ധി CPMന് മുൻപിലുണ്ട്. അടുത്തത് മണലൂരാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുരളി പെരുന്നള്ളി തുടരും. കുന്നംകുളത്ത് AC മൊയ്തീൻ, KD പ്രസന്നൻ ആലത്തൂരിൽ തുടരും. നെന്മാറ പ്രകാശ് ബാബു, പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ, OR കേളും മാനന്തവാടിയിൽ തുടരും. തൃക്കരിപ്പൂരിൽ M. രാജഗോപാലനും തുടരും. മട്ടന്നൂരിൽ KK ശൈലജ ഒരു മുഖ്യമന്ത്രി മുഖമായതിനാൽ തന്നെ ശൈലജയെ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും. N. ഷംസീർ തലശ്ശേരിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. തുടർഭരണത്തിന് തുടർച്ച എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള CPMന്റെ മുന്നോട്ട് പോക്കായതിനാൽ തന്നെ ഈ പട്ടികയിൽ സാരമായ മാറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ്.